പ്രധാനമായിട്ട് നമ്മുടെ വീടിന്റെ വാതിലുകള്, ജനലുകള്, അകത്തേക്ക് പ്രവേശിക്കുന്ന വായു സഞ്ചാരങ്ങള്, അതിനകത്ത് ഉപയോഗിക്കുന്ന കളറുകള്, അതിനകത്ത് വച്ചിരിക്കുന്ന ചില ഫോട്ടോകള്, പ്രതിമകള്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ നെഗറ്റിവിറ്റിയെ അല്ലെങ്കിൽ പോസിറ്റിവിറ്റിയെ ഉണ്ടാക്കും. ഏച്ചുകെട്ടലുകൾ, അതായത് കൂട്ടിച്ചേർക്കലുകൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇത് പടിഞ്ഞാറ് ഭാഗത്തേക്കോ തെക്ക് ഭാഗത്തേക്കോ ആണ് സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് സമ്മതിക്കില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്നത് പലതും പോകും, നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. നമ്മുടെ വീട്ടിൽ പലർക്കും എപ്പോഴും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. വീട്ടിലടിക്കുന്ന കളർ, വീട്ടിന് ചുറ്റുണ്ടാകുന്ന വൃക്ഷങ്ങൾ, വീട്ടിലേക്ക് പ്രവേശിക്കേണ്ട വായു സഞ്ചാരത്തിനുള്ള മാർഗങ്ങൾ, ഇതിനെല്ലാത്തിനും അടവ് വന്നു കഴിയുമ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. സാധാരണഗതിയിൽ വടക്ക് ഭാഗത്ത്, കിഴക്ക് ഭാഗത്തൊക്കെ തുറന്നിരിക്കുന്ന വീടുകൾ വളരെ സമ്പത്തുണ്ടാക്കിയെടുക്കും. സമ്പത്തിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. എല്ലാ ആവശ്യവും നല്ല രീതിയിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ പോലും ചില ബുദ്ധിമുട്ടുകൾ വരും. അത് നമ്മൾ ഉപയോഗിക്കുന്ന കളറുകളോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ സ്രോതസ്, അകത്ത് ഉപയോഗിക്കുന്ന വെള്ളം, കക്കൂസ്, ഇതിന്റെയൊക്കെ സ്രോതസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ചില ലവണങ്ങൾ വീട്ടിനുള്ളിൽ വച്ചിട്ട് ഇത് ബാലൻസ് ചെയ്തെടുക്കുക. അതായത് നമുക്ക് വേണ്ടുന്നതായ സമൃദ്ധി ഉണ്ടാകാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ചെലവ് കുറഞ്ഞ രീതിയിൽ വീടിനുള്ളിൽ തന്നെ ചില പൊടിക്കൈകളൊക്കെ ചെയ്ത് നമുക്ക് സമ്പന്നരാകാൻ പറ്റും. ഉദാഹരണത്തിന് നമുക്ക് വീട്ടില് എന്ന് കലക്കും, അല്ലെങ്കിൽ എന്നും എന്തെടുത്താലും തികയില്ല. ഇതിനൊക്കെ മാറ്റം വരുത്തുന്നതിന് 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് നമ്മുടെ അശോകസ്തംഭം, ക്രിസം, മൂങ്ങ, ഇതെല്ലാം കൊണ്ടുവച്ചിട്ട് അത് വെക്കേണ്ട രീതികളുണ്ട്, വെക്കേണ്ട സാധനങ്ങളുണ്ട്. അതാ ഇതിനകത്ത് നമ്മൾ എനർജി കൊടുത്തിട്ട് വേണം വെക്കാൻ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ കേസുകളിൽ നിന്ന് വിജയം കൈവരിക്കാൻ പറ്റും. നമസ്കാരം, നവഭാരത് ജ്യോതിഷം വാസ്തു ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷത്തിന്റെ വാസ്തുവിന്റെ ഒരു പുതിയ എപ്പിസോഡ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ ഈ നാട്ടില് വാസ്തുശാസ്ത്രത്തിന് വളരെ അധികം പ്രസക്തിയുള്ള ഈ കാലഘട്ടത്തില് നിർമ്മാണ പ്രവർത്തനത്തിലെ വൈകല്യങ്ങളോ നിർമ്മാണ പ്രവർത്തനത്തിലെ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇതെല്ലാം മാറുന്നതിനായിട്ട് ഒത്തിരി പരിഹാരങ്ങൾ ചെയ്തു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് തികച്ചും ലളിതമായ രീതിയിൽ ഇതെല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു പദ്ധതി. അത് വളരെ ലളിതമാണ്, വളരെ ചിലവ് കുറഞ്ഞതാണ്, വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീടുകളിൽ പല പണി തീർത്തതും പുതിയതായിട്ട് താമസിച്ചതും എല്ലാ വീടുകളിലായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാം. നിങ്ങൾ ഉടനെ വിശ്വാസികൾ ഉടനെ ഓടി ജ്യോതിഷിയെ കാണുകയും പലതരത്തിലുള്ള ദോഷങ്ങൾ പറയുകയും ഈ ദോഷം പരിഹരിക്കാൻ നിങ്ങൾ നെട്ടോട്ട് ഓടുന്ന ഒരു കാഴ്ച ഞാനിവിടെ കാണുകയാണ്. ഇതിനെല്ലാത്തിനും നമുക്ക് ചെറിയ രീതിയിലെ വാസ്തുശാസ്ത്രത്തിലെ പരിഹാരങ്ങൾ കൊണ്ട് പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് എഫക്ട് ചെയ്യുന്ന നമ്മുടെ സമ്പത്ത്, നമ്മുടെ മനസ്സ്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കുട്ടികളുടെ പഠനം, വീട്ടിലുള്ള മറ്റുള്ളവരുടെ തമ്മിലുള്ള ചേർച്ച, സ്വരച്ചേർച്ച, ഇതിനെല്ലാത്തിനെയും എഫക്ട് കൂടെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ വീട്ടിൽ സാധാരണ പഴയ കാലങ്ങളിലെ കുളങ്ങളും കിണറുകളും എല്ലാം ജലാശയങ്ങളും ഒക്കെ ഉള്ള വലിയ ഒരു വ്യവസ്ഥയായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറി മിക്കവാറും ചെറിയ സമ്പ്രദായത്തിൽ ചെറിയ വാസ്തു മണ്ഡലങ്ങളാണ്. അവിടെയൊക്കെ ചില ഇതില് അഴകൾ കെട്ടുക, കല്ലുണ്ടാക്കി വെക്കുക, അലക്കുകല്ല്, കുഴികള്, ചെറിയ കുന്നുകൾ, ഇതെല്ലാം വച്ചു കഴിയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ചില എഫക്റ്റുകൾ നമ്മുടെ സമ്പത്തിനെ ബാധിക്കാറുണ്ട്. നമുക്കെല്ലാവർക്കും സമ്പത്തിലേക്ക് അല്ലെങ്കിൽ സമൃദ്ധിയിലേക്ക് ജീവിക്കാനാണ് നമുക്കിത് വിഭാവന ചെയ്യുന്നത്. അതിനായി നിങ്ങൾ ഏറ്റവും എളുപ്പമായ രീതിയിൽ നമ്മുടെ വീട്ടിൽ ചെയ്തു തീർക്കാവുന്ന കുറെ അധികം കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ വീടിന്റെ വാതിലുകൾ, ജനലുകൾ, അകത്തേക്ക് പ്രവേശിക്കുന്ന വായു സഞ്ചാരങ്ങൾ, അതിനകത്ത് ഉപയോഗിക്കുന്ന കളറുകൾ,
അതിനകത്ത് വച്ചിരിക്കുന്ന ചില ഫോട്ടോകള്, പ്രതിമകള് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ പോസിറ്റിവിറ്റി ഉണ്ടാക്കും. രണ്ടും ഉണ്ടാവും. അതില് നമ്മൾ പോസിറ്റിവിറ്റി മാത്രം ആണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. ഈ പോസിറ്റിവിറ്റി കൂട്ടിയെടുത്ത് അതായത് നമുക്ക് വേണ്ടുന്നതായ സമൃദ്ധി ഉണ്ടാകാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ചെലവ് കുറഞ്ഞ രീതിയിൽ വീടിനുള്ളിൽ തന്നെ ചില പൊടിക്കൈകളൊക്കെ ചെയ്ത് നമുക്ക് സമ്പന്നരാകാൻ പറ്റും. ഉദാഹരണത്തിന് നമുക്ക് വീട്ടില് എന്ന് കലക്കും അല്ലെങ്കിൽ എന്നും എന്തെടുത്താലും തികയില്ല. ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാവുന്നത് നമ്മുടെ വടക്ക് കിഴക്കും തെക്ക് കിഴക്കും ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. വടക്ക് കിഴക്ക് ഏറ്റവും മൂലയ്ക്ക് അടുക്കള വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അതല്ല തെക്ക് കിഴക്ക് കോർണറിൽ അഗ്നികോണില് ജലം, ജലാശയം അതുപോലുള്ള സാധനങ്ങൾ വന്നു കഴിഞ്ഞാലും ഇതെല്ലാം എഫക്ട് ചെയ്യും. കന്നിമൂല എന്നെല്ലാവരും പറയും. കന്നിമൂലയിൽ കുഴിവ്, കന്നിമൂലയിൽ വൃത്തികേട് ഇതെല്ലാം വരുമ്പോഴാണ് മറ്റുള്ള കാര്യങ്ങൾ വരുന്നത്. ഇതിൽ ഏറ്റവും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അഗ്നികോൺ. അഗ്നികോൺ ശുദ്ധമാണെങ്കിൽ ആ വീട്ടിൽ വളരെ സമൃദ്ധി അഭിവൃദ്ധി ഉണ്ടാവും. ഇത് മൂലകൾ കട്ടായി വരികയും വടക്ക് കിഴക്കേ മൂലയില് മാലിന്യങ്ങളോ സെപ്റ്റിക് ടാങ്കോ സ്റ്റെയർ കേസോ പട്ടിക്കൂടോ ഇതൊക്കെ വന്നു കഴിയുമ്പോഴും നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ തുടങ്ങും. നമുക്കിതെല്ലാത്തിനും മാറ്റങ്ങൾ വരുത്താൻ മുഴുവൻ സാധിച്ചെന്ന് വരില്ല. നമുക്ക് കാരണം ഇതെല്ലാം വച്ചു കഴിഞ്ഞ് നമുക്ക് ബുദ്ധിമുട്ടുകൾ വന്നു കഴിയുമ്പോൾ നമുക്കിത് തൊടാൻ പറ്റാത്ത അവസ്ഥ. അതിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് ആവശ്യമായ സമ്പത്ത് നമ്മളിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് മതിയായ സമ്പത്ത് വരുന്ന കാലഘട്ടത്തിൽ നമുക്കിതിന് പൊളിച്ചു മാറ്റുകയോ ചെറിയ രീതിയിൽ പുനർനിർമ്മാണം നടത്തുകയോ ചെയ്യാം. കൂടാതെ നമ്മൾ ഒരു വീട് പണിത് കണക്ക് പ്രകാരമൊക്കെ പണിത് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വർക്ക് ഏരിയയോ അതുപോലുള്ള ചില ഏച്ചുകെട്ടലുകൾ അതായത് കൂട്ടിച്ചേർക്കലുകൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇത് പടിഞ്ഞാറ് ഭാഗത്തേക്കോ തെക്ക് ഭാഗത്തേക്കോ ആണ് സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് സമ്മതിക്കില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പലതും പോവും. നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. നമ്മുടെ വീട്ടിൽ പലർക്കും എപ്പോഴും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങൾ അതെല്ലാം ശ്രദ്ധിക്കുക. വീട്ടിലടിക്കുന്ന കളർ, വീട്ടിന് ചുറ്റുമുണ്ടാകുന്ന വൃക്ഷങ്ങൾ, വീട്ടിലേക്ക് പ്രവേശിക്കേണ്ട വായു സഞ്ചാരത്തിനുള്ള മാർഗങ്ങൾ, ഇതിനെല്ലാത്തിനും അടവ് വന്നു കഴിയുമ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. സാധാരണഗതിയിൽ വടക്ക് ഭാഗത്ത് കിഴക്ക് ഭാഗത്തൊക്കെ തുറന്നിരിക്കുന്ന വീടുകൾ വളരെ സമ്പത്ത് ഉണ്ടാക്കിയെടുക്കും. സമ്പത്ത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഇതൊന്നുമല്ല നമുക്ക് എല്ലാ ആവശ്യവും നല്ല രീതിയിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ പോലും ചില ബുദ്ധിമുട്ടുകൾ വരും. അത് നമ്മൾ ഉപയോഗിക്കുന്ന കളറുകളോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ സ്രോതസ്, അകത്ത് ഉപയോഗിക്കുന്ന വെള്ളം, കക്കൂസ് ഇതിന്റെയൊക്കെ സ്രോതസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ചെറിയ മാറ്റങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ചില ലവണങ്ങൾ വീട്ടിനുള്ളിൽ വച്ചിട്ട് ഇത് ബാലൻസ് ചെയ്തെടുക്കാറുണ്ട്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് പോസിറ്റിവിറ്റിയെ അല്ലെങ്കിൽ ആകർഷിച്ച് കൊണ്ടുവന്ന വീട്ടിലെ ഐശ്വര്യത്തെ ഉപയോഗപ്പെടുത്തി നമ്മുടെ വീട്ടിൽ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഇതുണ്ട്. നമുക്ക് പിന്നെ സാധാരണഗതിയിൽ വീട്ടുകാർക്കുണ്ടാകുന്ന കേസുകൾ, കോടതി വ്യവഹാരങ്ങൾ ഇതിനൊക്കെ മാറ്റം വരുത്തുന്നതിന് 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് നമ്മുടെ അശോകസ്തംഭം, പ്രിസം, മൂങ്ങ ഇതെല്ലാം കൊണ്ടുവച്ചിട്ട് അത് വെക്കേണ്ട രീതികളുണ്ട്, വെക്കേണ്ട സാധനങ്ങളുണ്ട്. അത് ഇതിനകത്ത് നമ്മൾ എനർജി കൊടുത്തിട്ട് വേണം വെക്കാൻ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ കേസുകളിൽ നിന്ന് വിജയം കൈവരിക്കാൻ പറ്റും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇതെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്ത് നമ്മളുടെ വശത്തിന് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ പൂജ നടത്തുന്ന ഒരു സമ്പ്രദായമുണ്ട്. നമുക്ക് ഈ പൂജ എല്ലാ സമയത്തും ഏൽക്കണമെന്നില്ല. പൂജ ഏൽക്കാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വീട്ടിലെ ചില തെറ്റുകളുള്ള കാരണം പൂജ ഏൽക്കില്ല. അതിന് നോക്കുമ്പോൾ പറയും അതിൽ എന്തെങ്കിലുമൊക്കെ ദൈവത്തിന്റെ കോപം, ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതെല്ലാം ഇത് വാസ്തു പുരുഷനെ അല്ലെങ്കിൽ വാസ്തു മണ്ഡലം കറക്റ്റ് ആക്കിയിട്ട് വീട് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ പൂജകൾ തന്നെ വളരെ കുറച്ച് മതി. നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് വരെ നല്ല ഫലങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക്
അങ്ങനെയുള്ള രീതിയിലേക്ക് ഞങ്ങൾ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിത്തരാം. നന്ദി, നമസ്കാരം. സമ്പൂർണ്ണ ജാതകം, പ്രശ്നപരിഹാരങ്ങളോട് കൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.